കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അതായത് നമ്മളെ കുറിച്ച് തന്നെ വിചാരിച്ചിരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് വലിയ ദൈവിക ഇടപെടലുകളൊന്നും നമുക്ക് കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യാത്തത്. കാരണം നമ്മളെ കുറിച്ച് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകൾ ഉണ്ട്, ബലഹീനതകളുണ്ട്, തകർച്ചകളുണ്ട്, നിരാശകളുണ്ട്, അഹങ്കാരങ്ങളുണ്ട്, സ്വാർത്ഥതകളുണ്ട്. അങ്ങനെ നമ്മുടെ ചിന്തകളെല്ലാം ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് എന്താണ് ഈശോയുടെ പരിശുദ്ധമായ അനുഗ്രഹത്തിന്റെ കൃപയാണ്. കർത്താവ് നമുക്കറിയാലോ, നമ്മളെ കുറിച്ച് ഒരാൾ എപ്പോഴും ഓർക്കുന്നു എന്നുള്ള ഒരു അറിവ് കിട്ടുന്നത് വലിയൊരു എന്താണ് ആശ്വാസമാണ്, അല്ലെ? നമ്മളെ കുറിച്ച് ഒരാൾ പ്രാർത്ഥിക്കുവാൻ എപ്പോഴും സന്നദ്ധനാണ്, അല്ലെ സന്നദ്ധയാണെന്ന് നമുക്ക് കിട്ടുന്ന ഒരു അറിവുണ്ടല്ലോ, അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. നമ്മളുടെ ജീവിതത്തില് ഈശോ നല്ല ചിന്തകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഒരു ദിവസം എന്നോട് ഈശോ പറഞ്ഞു എന്നാണ്, എപ്പോഴും ഒരാൾക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു കൃപയാണ്. അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കും എന്ന് എനിക്കോ നിങ്ങൾക്കോ വല്ല ഉറപ്പുണ്ടോ? ഉറപ്പില്ല. ഉറപ്പില്ല. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾ പല പല കാര്യങ്ങളില് ജീവിക്കുന്നവരാണ്. പല പല സാഹചര്യങ്ങളിലും സങ്കടങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ പലപ്പോഴും അസ്വസ്ഥപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാവാം, രോഗങ്ങളുണ്ടാവാം, ജീവിത നിരാശകളുണ്ടാവാം. അങ്ങനെ പല സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരെ ഓർക്കാനും നമ്മളെ തന്നെ ഓർക്കാനും മറന്നു പോകുന്ന ഒരവസ്ഥ, അതായത് നമ്മളിൽ തന്നെ ചുരുങ്ങി പോകുന്ന ഒരവസ്ഥ. അപ്പൊ അങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നൊരു ഉറപ്പുള്ള ഒരു വ്യക്തിയെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാല് അത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ്. ഈശോ പറയുന്നില്ലേ വചനത്തിൽ, പ്രഭാഷകന്റെ പുസ്തകത്തില്, നല്ല ഒരു സുഹൃത്തിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണെന്ന്. അല്ലെ? നല്ലൊരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെ സഹായിക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, നമുക്ക് വേണ്ടി എപ്പോഴും കരുതലോടെ ആയിരിക്കുന്ന, നമ്മുടെ സംരക്ഷണവും നമ്മുടെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്താണ്, അല്ലെ? ഇന്ന് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സുഹൃത്ത് കിട്ടുക എന്ന് പറഞ്ഞാല് വളരെ, ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, മൂന്ന് ഫ്രണ്ട്സുകൾ തമ്മിൽ ഉള്ള ഒരു പ്രാങ്ക്. അങ്ങനെ രണ്ടുപേര് പോയി മരിച്ചു, അല്ലെ? അവരെല്ലാം സുഹൃത്തുക്കളാണ്. ഏത് തരത്തിലാണ്? അവരൊരു രസത്തിന് തുടങ്ങിയതാണ്, പക്ഷെ അതിന്റെ ദൂഷ്യഫലം ഏറ്റവും ദാരുണമായ കൊലപാതകത്തിനും ആത്മഹത്യക്കും ഇടയായി. അപ്പോ ഈ സുഹൃത്ത് ബന്ധങ്ങളും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഒക്കെ എത്രത്തോളം വിശ്വസ്തമാണ്, എത്രത്തോളം ആത്മാർത്ഥമാണ്, എത്രത്തോളം നമ്മളെ കരുതും, എത്രത്തോളം നമ്മളെ സഹായിക്കും എന്നൊരു ഉറപ്പും ഇല്ല. അവിടെയാണ് നമുക്ക് കർത്താവ് തരുന്ന വചനമാണ് നമുക്ക് വലിയൊരു ശക്തി. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അതായത് എന്നെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പില് ആണ് ഞാൻ ആയിരിക്കുന്നത്, അല്ലെ? മരണം വരെ ഞാൻ ജീവിക്കുന്നത്, അല്ലെ? ഞാൻ ജീവിക്കുന്നത്, മരണം വരെ ജീവിക്കുന്നത് ആരുടെ മുമ്പിലാണ്? ദൈവത്തിന്റെ മുമ്പിലാണ്. എന്നെ കുറിച്ച് ഓർക്കുന്ന എന്റെ കർത്താവിന്റെ മുമ്പിൽ. സങ്കീർത്തനങ്ങൾ 115-12 അധ്യായത്തിലാണ് ഈ വചനഭാഗം. നമുക്ക് വലിയ സങ്കീർത്തനങ്ങൾ മുഴുവനും ഒരു വ്യക്തിയുടെ ദീനരോധനവും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും എന്നാൽ വലിയ സ്നേഹത്തിന്റെയും ആരാധനയുടെ ഒക്കെ ഓരോ വാക്കുകൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ വലിയൊരു ആശ്വാസം നൽകുന്ന വചനഭാഗങ്ങൾ. സങ്കീർത്തനം 115-12 ഞാൻ വായിക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ വായിക്കാൻ? കർത്താവിന്റെ ഭക്തരെ വായിക്കാവോ? 11 തുടങ്ങി വായിക്കുക. 11. കർത്താവിന്റെ ഭക്തരെ, കർത്താവിൽ ആശ്രയിക്കുവിൻ, അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. കർത്താവിന്റെ ഭക്തരെന്ന് പറയുമ്പോ എന്താണ്? കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ പൂർണ്ണമായി വേറൊരു സഹായം ഇല്ല. ഭക്തി എന്ന് പറഞ്ഞാല് നമ്മുടെ ആ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ല, അല്ലെ? കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിനെ ഭയത്തോടുകൂടെ സമീപിക്കുന്ന, ദൈവത്തിന്റെ, അതായത് ഭയം നമുക്ക് ഓർക്കുമ്പോ ഇങ്ങനെ പേടിച്ചോടുന്ന ഒരവസ്ഥയല്ല. എന്താണ്?
ഞാനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാല് എന്നെ സ്നേഹിക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന, എന്നെ കരുതുന്ന വ്യക്തി സഹിക്കേണ്ടി വരും, വേദനിക്കേണ്ടി വരും എന്ന ഒരു ചിന്ത ഉള്ള ഒരു വ്യക്തിയാണ് ആ ഭക്തി എന്ന വാക്കിന്റെ പൂർണ്ണതയിൽ ജീവിക്കുന്നത്. ഇന്നലെ ആണെന്നോ ഞാനിങ്ങനെ യൂട്യൂബില് ഇങ്ങനെ എന്തോ ഒരു കാര്യം സ്ക്രോൾ ചെയ്ത് പെട്ടെന്ന് ഒരു ഷാലോൺ ടിവിയുടെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ കണ്ടായിരുന്നു. അതിലെ ഒരു അമ്മച്ചിയെ പറയണത് മോനെ തല്ലിയപ്പോഴേക്കും മോൻ പറഞ്ഞു ഈശോയുടെ ചങ്കിലെ പൂവിനെയാണ് അമ്മ തല്ലുന്നത്, തന്നെ തല്ലരുത്, തന്നെ തല്ലരുത് എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് അന്നേരം ദേഷ്യം വന്നിട്ട് അമ്മ നല്ല തല്ല് വെച്ച് കൊടുത്തു. പിന്നെ അമ്മ ഉറക്കത്തിൽ ഒരു ദർശനം കാണുകയാണ്, ഈശോയാണ് ആ തല്ല് മുഴുവനും സ്വീകരിച്ചത്. ഈശോയുടെ മുതുകിലും കാലിലും കയ്യിലും ഒക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് അന്നേരം എന്തോ ദേഷ്യം വന്നു. എന്താണ്ട് ഞാൻ മുഴുവൻ വീഡിയോ കണ്ടില്ല, എന്നാലും അമ്മ അതത്ര അവര് പറയുന്നുള്ളു എന്താണ്. അപ്പൊ ഈശോയുടെ ചങ്കിലെ പൂവിനെയാണ് അമ്മ തല്ലുന്നത് എന്ന് ആ കുഞ്ഞു പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് എന്തോ ദേഷ്യം വന്ന് തല്ലിയപ്പോ ഇവർക്ക് ദൈവം തന്നെ കാണിച്ചു കൊടുക്കുകയാണ് ആ തല്ല് കിട്ടിയത് മുഴുവൻ ഈശോയ്ക്കായിരുന്നു എന്ന്. അപ്പൊ ആ തല്ല്, ആ ഒരു വിഷമം, വേദന മുഴുവനും സഹിക്കേണ്ടി വന്നത് ഈശോയ. അപ്പൊ നമ്മളെ കുറിച്ച്, അതായത് കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, ഞാൻ ഇന്നാളെ ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്റെ പേഴ്സണൽ ലൈഫിലുള്ള ഒരു കാര്യം. അപ്പൊ അന്നേരം ഈശോ ആ വ്യക്തിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ഈശോ തന്നൊരു വചനം സഖറിയ 2:8 എന്റെ കൃഷ്ണമണിയെയാണ് നിന്നെ തൊടുന്നവൻ, എന്റെ കൃഷ്ണമണിയെയാണ് തൊടുന്നത് എന്നും. അപ്പൊ എന്നെ വേദനിപ്പിക്കുന്നവൻ എന്നെ തന്നെയാണ് നിന്നെ അതായത് ഒരു ദൈവഭക്തിയുള്ള ഒരു വ്യക്തിയെ ആക്രമിക്കാൻ വരുന്ന ഓരോ ശക്തിയും, ഓരോ തിന്മയും അതിന്റെ മുമ്പിൽ നിലകൊള്ളുന്നത് ഈശോയും കൂടിയാണ്. ഈശോ അനുഭവിക്കുന്നുണ്ട്, ഈശോ സഹിക്കുന്നുണ്ട്. പക്ഷെ ഈശോയുടെ ശക്തി അവിടെ എന്തേ പ്രകടമാക്കുന്നില്ല, അല്ലെങ്കിൽ ശത്രുവിനെതിരെ എന്തേ പ്രതിരോധിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കാനുള്ള ഒരുപാട് റീസൺ ഉണ്ടെങ്കിൽ, നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഈശോയ്ക്ക് എന്താ വേണ്ടത്? ഈ ഭൂമിയിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ വേണം, എന്നാൽ ഈ ഭൂമിയെ നിലനിർത്താൻ പറ്റുള്ളൂ. നമ്മളുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒത്തിരിയേറെ തിന്മകളുടെ പരിണത ഫലമായി ഭൂമി പണ്ടേ നശിഞ്ഞു പോകേണ്ട സമയം കഴിഞ്ഞു, അല്ലേ? ആണോ? അതെ. പണ്ടേ നശിഞ്ഞു പോയി. ഈശോ തന്നെ ഉൽപ്പത്തി പുസ്തകത്തില് 6-ാമത്തെ അധ്യായത്തിലാന്ന് തോന്നുന്നു പറയുന്നത്, ഭൂമി ദുഷിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. ഭൂമി മനുഷ്യരെ സൃഷ്ടിച്ചത് ഓർത്ത് വേദനിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 2026 വരെയുള്ള വാർത്തകളും നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത മരണങ്ങള്, ദുരൂഹതയുടെ, കൊലപാതകങ്ങളുടെ, അങ്ങനെ ഒരുപാട് തിന്മകളുടെ പെരുപ്പം നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മുടെ സമൂഹം ചെയ്തു കൂട്ടുന്ന തിന്മകളുടെ ശക്തി നമുക്ക് പുറം രാജ്യങ്ങളിലൊന്നും പോകണ്ട, നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ കേരളത്തില്, നമ്മുടെ ദേശത്തില്, നമ്മുടെ ഭവനങ്ങളിലൊക്കെ കടന്നുകൂടിയിട്ടുള്ള തിന്മയുടെ ശക്തി എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നേ. അങ്ങനെയാണെങ്കിൽ ഇത്രയും പാപം നിറഞ്ഞിട്ടും ഈ പ്രകൃതിയും ഈ പ്രപഞ്ചവും ഈ ഭൂമി എന്ന് പറഞ്ഞാൽ മറ്റ് ഗ്രഹങ്ങളെക്കാൾ ഏറ്റവും ചെറിയൊരു ഗ്രഹമായിരുന്നിട്ട് പോലും ഈ ഭൂമിയെ ദൈവം ഇത്രമാത്രം സമ്പുഷ്ടമാക്കി ഇന്നും നിലനിർത്തിയിരിക്കുന്നു. അപ്പോ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടല്ലേ, ലോകം മുഴുവൻ പോയി ദൈവത്തിന്റെ വചനം എത്തുന്നത് വരെ, ദൈവത്തിന്റെ രണ്ടാം വരവിന്റെ എല്ലാ വചനങ്ങളും പൂർത്തിയാകുന്നത് വരെ കടന്നു പോകേണ്ട സഹനങ്ങള് അനുഭവിക്കണം, കടന്നു പോകണം, അത് പൂർത്തീകരിക്കപ്പെടണം. അങ്ങനെയാണെങ്കിൽ നമ്മള് കടന്നു പോകേണ്ട വഴി അത്രമാത്രം വളരെ ദുസ്സഹമാണെങ്കിലും ഈശോ പറയാണ്, എന്താണ് 11-ാമത്തെ വാക്യത്തിൽ, കർത്താവിന്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ, അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. അപ്പൊ നമ്മുടെ ചുറ്റിലും നടക്കുന്ന പ്രതിസന്ധികളും പ്രതിരോധങ്ങളും പീഡനങ്ങളും വാർത്തകളും വ്യക്തികളും എല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ട്, ഉത്കണ്ഠപ്പെടുത്തുന്നുണ്ടെങ്കിലും ഈശോ പറയാണ്, ദൈവത്തിന്റെ മുമ്പില് ജീവിതത്തില് ഒരു വിശ്വസ്തതയിലും ദൈവസ്നേഹത്തിലും നിൽക്കുന്ന മനുഷ്യരെ, ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ. 12-ാമത്തെ വാക്യം, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും, അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹ്റോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും. അപ്പൊ 13,
കർത്താവിന്റെ ഭക്തന്മാരെ, ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. അപ്പോ പിന്നെ 14-ാമത്തെ വാക്യം, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം കർത്താവ് മാത്രമാണ് ദൈവമെന്ന് പറയുന്ന വചനഭാഗത്തിന്റെ ഹെഡിങ് ആണത് മുഴുവനും. വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ എല്ലാ വചനങ്ങളും അങ്ങനെയാണ്. പക്ഷെ നമ്മൾ എന്തായിരിക്കുന്നു ആ ഒരു അവസ്ഥയിലോട് നമ്മളോട് സംസാരിക്കുന്ന വചനങ്ങൾക്കാണ് നമുക്ക് കൂടുതൽ സൗഖ്യം അനുഭവിക്കാനായിട്ട് ഇടയാകുന്നത്. അതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് വിചാരമില്ലാത്ത ഒരു ദൈവത്തിന്റെ മുമ്പിലല്ല ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതായത് നമ്മളെ ചിലപ്പോ നമ്മുടെ ഭർത്താക്കന്മാര് നമ്മളെ മനസ്സിലാക്കുന്നില്ല, നമ്മുടെ മക്കള് മനസ്സിലാക്കുന്നില്ല. നമ്മളവരെ എത്രത്തോളം മനസ്സിലാക്കി നമ്മൾ അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു, അവിടെയെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുന്നതെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ ദൈവം നമ്മളോട് പറയുന്നുണ്ട്, എന്താ, കർത്താവിന് നമ്മെക്കുറിച്ച് ഓർമ്മയുണ്ട്. അവർക്ക് ഓർമ്മയില്ല, അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റില്ല, അവർക്ക് നമ്മുടെ അവസ്ഥ അറിയില്ല, അവർക്ക് നമ്മുടെ ഹൃദയത്തിന്റെയോ ജീവിതത്തിന്റെയോ ആത്മാവിന്റെയോ ശരീരത്തിന്റെയോ ഒരു അവസ്ഥയും അവർക്ക് അറിവില്ല. പക്ഷെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ വ്യക്തിപരമായി അറിയാം. അതുകൊണ്ട് എന്താണ്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ അതിൽ നിന്ന് വിടുവിക്കും. അതൊരു അനുഗ്രഹമാണ് അല്ലെ? ഒരു രോഗത്തിന്റെ മുമ്പിൽ വിഷമിച്ചും വേദനിച്ചും സഹായ അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം സൗഖ്യപ്പെടുത്തും. അതൊരു അനുഗ്രഹമാണ് അല്ലെ? ഒരു കുറ്റപ്പെടുത്തലിന്റെ വേദനയില് ഹൃദയം നുറുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയോട് ഈശോ പറയാണ്, കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, നിന്നെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ആ ഒരു വ്യക്തിയോട് ഈ വചനം പറഞ്ഞാല് എന്താണ്, ആ വ്യക്തിക്ക് ആ മുറിവേറ്റ ഭാഗങ്ങളെ അല്ലെങ്കിൽ ആ സമയത്തെ ആ ഒരു അവസ്ഥകളെ അതിജീവിക്കുവാൻ സാധിക്കും അല്ലെ? അപ്പൊ അങ്ങനെ ഓരോ സംഭവങ്ങൾ, ഓരോ സാഹചര്യങ്ങളും അതിജീവനത്തിന്റെ ഔഷധമായി ദൈവവചനം നമ്മൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് അപ്പൊ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സമ്പത്തോ അല്ലെങ്കിൽ ഒരുപാട് ബഹുമതിയോ അല്ലെങ്കിൽ ഒരുപാട് അംഗീകാരമോ അങ്ങനെ ഒന്നുമല്ല. അനുഗ്രഹം എന്താ, ഞാനായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവകൃപയിലേക്ക് ഉയരുന്ന ഒരു അനുഗ്രഹ ദൈവിക ഇടപെടലുകളാണ് ഓരോ അനുഗ്രഹം. ഇപ്പൊ ഞാനൊരു രോഗിയാണ്, അപ്പോ എനിക്ക് രോഗാവസ്ഥയിൽ നിന്നും ദൈവത്തെ കണ്ടുമുട്ടാൻ കിട്ടുന്നതാണ് ആദ്യത്തെ അനുഗ്രഹം. രോഗസൗഖ്യം കിട്ടുന്നതാണ് രണ്ടാമത്തെ അനുഗ്രഹം. ആണോ? അതെ. അപ്പൊ നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ കിട്ടുന്ന അവസരമാണ് ഏറ്റവും പ്രയോറിറ്റി ഉള്ള അനുഗ്രഹം. ബ്ലെസ്സിങ് ടൈമാണത്. അങ്ങനെ നമുക്കത് വഴി ദൈവത്തിന്റെ സ്നേഹവും കരുണയും ഒക്കെ അനുഭവിക്കാനായിട്ട് രുചിച്ചറിയ വ്യക്തിപരമായി. നമ്മളിപ്പോ ഒരു വ്യക്തിയോട് എപ്പോഴും ഉപദേശമോ അല്ലെങ്കിൽ ദൈവകാര്യമോ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് അതൊരു പിന്നെ നമ്മളെ കാണുമ്പോൾ നമുക്ക് തുടങ്ങാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇരിക്കാൻ പറ്റൂല എന്നും പറഞ്ഞ് ചിലപ്പോ അവര് നമ്മളെ കാണുമ്പോ എഴുന്നേറ്റ് ഓടും അല്ലെ? പക്ഷെ ദൈവം ഇടപെടുമ്പോ അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കാനിട്ട് മനുഷ്യരല്ലല്ലോ ദൈവം. ദൈവത്തിന് ഒരു നോട്ടം കൊണ്ട് പോലും ദൈവത്തിന് വീണ്ടെടുക്കാൻ സാധിക്കും അല്ലെ? ഒന്ന് കൽപ്പിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കുമെന്ന് വിശുദ്ധ കുർബാനയിൽ ഇന്ന് നമ്മൾ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് ലത്തീൻ കുർബാനയുടെ ആ ഭാഗം പറയുന്നുണ്ട് അല്ലെ? എനിക്കത് വലിയൊരു ഇഷ്ടമുള്ള കാര്യം, കർത്താവേ നീ ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് നീ എന്നെ ഒന്ന് സഹായിച്ചാൽ മതി, ഞാൻ രക്ഷപ്പെട്ടു പോകും എന്ന്. അതൊരു വിശ്വാസമാണ്. ഈശോ ഒന്ന് സ്പർശിച്ചാൽ, ഈശോ ഒന്ന് ഇടപെട്ടാൽ തന്നെ എന്റെ കാര്യം ഒക്കെ ആകും. അപ്പൊ അതിന് ഈ ഇടപെടുക എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിനാണ് ഇടപെടാനുള്ള അധികാരം. പരിശുദ്ധാത്മാവ്, ഈശോ പോയത് എന്തിനാ? പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. ആ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുമ്പോഴാണ് ഈ ഒരു കൃപ നമുക്ക് മനസ്സിലായത്. അത് ഈശോ നമ്മളോട് ഈശോയുടെ കൂടെ ശിഷ്യന്മാര് ആ വർഷം എത്രയോ 33 വർഷം ഈശോ ഭൂമിയിൽ ജീവിച്ചിട്ട് ശിഷ്യന്മാരുടെ കൂടെ ജീവിച്ച അത്രയും കാലങ്ങളിലെല്ലാം ശിഷ്യന്മാരെ സഹായിക്കുകയും സ്നേഹിക്കുകയും അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടും ശിഷ്യന്മാരുടെ ഹൃദയമൊന്നും തുറന്നില്ല അല്ലെ? എന്തെല്ലാം അത്ഭുതങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ നിന്ന് വന്നത്. പക്ഷെ ഈശോ പോയിക്കഴിഞ്ഞപ്പോ ഇവർക്കൊക്കെ ചിന്തകളില്, പ്രവൃത്തികളില്, സംസാരങ്ങളിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു
അതെന്താ? ഈ സർവശക്തനായ ദൈവം കൂടെ ഉണ്ടായിരുന്നിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം, ഈശോ പോയി കഴിഞ്ഞപ്പോ, അവരുടെ ഗുരു പോയി കഴിഞ്ഞപ്പോ അവർക്ക് എങ്ങനെ ഇത് മനസ്സിലായി? പരിശുദ്ധാത്മാവിനെ ലഭിക്കും. അതാണ് പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സൂപ്പർ ഫാസ്റ്റ് ആണ്. അത് നമുക്ക് ശരവേഗത്തില് നടക്കും എന്നുള്ള ഒരു പ്രവൃത്തി ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അത് ഉറപ്പാണ്. നമുക്കറിയാം പൗലോസിനെ എങ്ങനെ സാവൂളിന്റെ ഹൃദയകാഠിന്യാവസ്ഥയിൽ നിന്നും ദൈവം പൗലോസിന്റെ മൃദു സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം എല്ലാ ശിഷ്യന്മാരും അങ്ങനെ തന്നെയാണ് അല്ലെ. ക്രിസ്തു ശിഷ്യന്മാരെ കൊല്ലാൻ നടന്നേച്ച സാവൂളിനെ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാക്കി. നമുക്കറിയാം വിശുദ്ധ ബൈബിളില് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പൗലോസ്ലിഹയുടെ ആ വചനഭാഗങ്ങളിൽ കൂടിയാണ് ഏറ്റവും ഹീലിംഗ് പവർ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് അല്ലെ. പൗലോസ്ലിഹ ഓരോ ദേശത്തിനും രാജ്യത്തിനും ഒക്കെ എഴുതിയ വചനങ്ങള്, അങ്ങനെ ഓരോ വാക്യങ്ങളിൽ കൂടി മറ്റു ചില ശിഷ്യന്മാരൊന്നും എഴുതിയിട്ട് പോലുമില്ല. പക്ഷെ അകാലത്തില് ഈശോ മരിച്ചതിന് ശേഷം ശിഷ്യനായിട്ടുള്ള ഈ സ്ലീഹയിൽ കൂടിയാണ് ദൈവത്തിന്റെ ശക്തമായ ദൈവവചനങ്ങളുടെ പ്രഘോഷണം കൂടുതലായിട്ട്. അപ്പൊ എന്താണ് ദൈവത്തിന്റെ ശിഷ്യന്മാരെ കൂടി തന്നെ എത്രയോ വചനങ്ങൾ എഴുതാൻ പറ്റില്ല. പത്രോസ് ശ്രീയുടെ ഒക്കെ വചനഭാഗങ്ങളൊക്കെ 1 പത്രോസ് 2 പത്രോസ് അങ്ങനെ വളരെ കുഞ്ഞു കുഞ്ഞു അധ്യായങ്ങളുള്ളൂ. പക്ഷെ പൗലോസ് ലിഹ ഇങ്ങനെ ബൈബിളിൽ ഇങ്ങനെ നിറഞ്ഞു നിക്കണേ അല്ലേ? ആണോ? അതെ അതെ ആ അതെ. അപ്പം എന്താ വ്യത്യാസം? ഓർക്കണം, വ്യത്യാസം വളരെ ഈ പരിശുദ്ധാത്മാവിന്റെ ഇടപെടല് നോർമൽ ആയിട്ടുള്ള ഒരു ഇടപെടലായിരിക്കില്ല. അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളാണ് ആത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ കൂടി നമുക്ക് വ്യക്തിപരമായ, അതായത് ഇപ്പൊ സമറിയക്കാരുടെ ഇടയിലേക്ക് ഈശോ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ വലിയൊരു അത്ഭുതം സംഭവിച്ചു. പക്ഷെ സമറിയക്കാര് പിന്നെ ആ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് പിന്നെ എന്താണ് പട്ടണത്തിലേക്ക് പോയി പ്രസംഗിച്ചു. അപ്പൊ അവിടെ ഷെയർ ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അവരനുഗ്രഹം അവര് സ്വീകരിച്ചു കഴിഞ്ഞപ്പോ, ഇനി നീ സംസാരിക്കേണ്ട, ഞങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ച കാര്യങ്ങളാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ ഈശോ കടന്നു ചെന്നോ? ഇല്ല. ഇല്ല, ഈശോ പോയിട്ടില്ല. അപ്പൊ എന്താ അവിടെയൊക്കെ ഈ ആത്മാവിന്റെ പ്രേരണയിലും ശക്തിയിലും നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും കൂട്ടായ്മയിലും ഓരോ പ്രാർത്ഥനയിലും ഒക്കെ ദൈവാത്മാവാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ വചനം എടുക്കാൻ എനിക്ക് ഒട്ടും സാഹചര്യവും അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരുന്നില്ല. പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് വചനം മുടക്കരുത് എന്നുള്ളൊരു ഇതില് പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് ഞാൻ ഇന്നെടുത്ത. അപ്പൊ എന്താ നമ്മളെ കുറിച്ച് എന്തുണ്ട്? നമ്മുടെ സാഹചര്യവും നമ്മളുടെ അവസ്ഥകളും നമ്മുടെ കുറവുകളും ദുർബലതകളും നമ്മുടെ നികൃഷ്ടതകളും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത് അല്ലെ. നമ്മള് വലിയ ശ്രേഷ്ഠന്മാരൊന്നും ആയിട്ടല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ ആരെയും വലിയ ശ്രേഷ്ഠത കണ്ടിട്ടൊന്നുമല്ല ദൈവാത്മാവ് നമ്മളെ ഓരോ വ്യക്തിയും ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ന് വരെ നമ്മളെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ കുറിച്ചുള്ള വിചാരം നമ്മളെക്കാൾ നമുക്കൊന്നും അറിയില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുറിച്ചുള്ള കാര്യം അല്ലെ. നമ്മുടെ മക്കൾക്കറിയില്ല, നമ്മുടെ ഭർത്താക്കന്മാർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, കുടുംബക്കാർക്ക് അല്ലെ മാതാപിതാക്കൾക്ക് ഒന്നും അറിയില്ല. ഒരു വസ്തു അറിയില്ല നമ്മളെ കുറിച്ച്. എന്താ അറിയാവുന്നത്? ദൈവത്തിന് മാത്രമേ നമ്മളെ കുറിച്ച് അറിവുള്ളൂ. അതുകൊണ്ട് എന്താ, അവിടെ നിന്ന് നമ്മളെ സഹായിച്ചോളും. പക്ഷെ നമ്മൾ അതിനോട് ചേർന്നിരിക്കണം. നമ്മൾ ദൈവത്തിന്റെ ഒരു ദൈവഭക്തിയിൽ ജീവിക്കണം എന്നുള്ളൊരു കാര്യമാണ് 11-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയവും. കർത്താവിന്റെ ഭക്തരായി ജീവിച്ചു കഴിഞ്ഞാല് കർത്താവിൽ ആശ്രയിക്കാതെ വേറെ നിവൃത്തിയില്ല എന്ന് ആ വ്യക്തിക്ക് അറിയാം ഉറപ്പായിട്ടും. അപ്പൊ എന്ത് പറ്റും? അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയവും. ദാവീദ് പറയുന്ന പോലെ നമ്മളും പറയും, ദൈവമേ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ച തീർന്നു എന്റെ കാര്യം എന്ന് പറയുമ്പോ അവിടെ എന്താ, ദൈവത്തിന്റെ ഇടപെടലുകള് അനുഭവിക്കാൻ സമയങ്ങള് ദൈവം ത്വരിതപ്പെടുത്തും. അപ്പോ ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, നമ്മളെ സഹായിച്ചോളും എന്ന ആ ഒരു വാക്യത്തിന്റെ വചനം ഫലം പുറപ്പെടുവിക്കാതെ തിരികെ പോവില്ലെന്ന് പറഞ്ഞ പോലെ ആ സ്പോട്ടിൽ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി പ്രകടമാക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തില് എല്ലാ വചനങ്ങളും ജീവിതത്തിൽ നമ്മള് ഉപയോഗിച്ച് നമ്മളെ തന്നെ സൗഖ്യപ്പെടുത്തണം. അല്ലാതെ നമുക്ക് വേറൊരു മെഡിസിൻ ഇല്ല. കർത്താവിന്റെ ഔഷധം അല്ലെങ്കിൽ കർത്താവിന്റെ വിശുദ്ധ ഔഷധം
നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ആത്മാവിന്റെയും നമ്മളെ സ്വാധീനിക്കുന്ന ജീവിതങ്ങളെയും നമ്മളുടെ കുടുംബങ്ങൾ, നമ്മളുടെ സമൂഹം, നമ്മുടെ ദേശം, രാജ്യങ്ങളെല്ലാം വിശുദ്ധീകരിക്കുക. അതിനാണ് ക്രിസ്ത്യാനികളെ ദൈവം ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത്. പിശാച് അവരെ തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം ഇവര് നശിഞ്ഞു കഴിഞ്ഞാൽ ലോകം രക്ഷ അവന്റെ കാൽ കീഴില. ക്രിസ്ത്യാനികളെ കൊണ്ടാണ് പിശാചിന് ഭയങ്കര തലവേദന, ദ്രോഹം. അപ്പൊ അവരെ അങ്ങോട്ട് നശിപ്പിച്ചു കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ യുദ്ധം ചെയ്യുന്നത് ആരുടെ ബലത്തിലാണ്? നമ്മൾ കർത്താവിന്റെ ബലത്തിലാണെങ്കിൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സ്വർഗത്തിന്റെ സൈന്യങ്ങൾ ഇറങ്ങും. ആ ഒരു ഫെയ്ത്ത്, നല്ല ശക്തമായ വിശുദ്ധിയുള്ള ഒരു ഫെയ്ത്ത് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ സ്വന്തം വ്യക്തിപരമായ ഇനീഷ്യേറ്റീവാണ്, അല്ലെ? നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വരുന്ന അധ്വാനമാണ്. അപ്പൊ അതില് ആയിരിക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിവില്ല. കർത്താവിന്റെ ആത്മാവ് തന്നെ അതിന്റെ ഉള്ളിൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന കർത്താവ്. എത്രത്തോളം താല്പര്യമുണ്ട്, എത്രത്തോളം നിലനിൽക്കണം, എത്രത്തോളം അതിന് തീഷ്ണതയുണ്ടെന്നൊക്കെ ദൈവം ഇങ്ങനെ അളന്ന് നോക്കും. അപ്പോ അങ്ങനെ അളന്ന് നോക്കുന്ന അനുസരിച്ച് പരീക്ഷണങ്ങളും വരും. അപ്പൊ ഓരോ പരീക്ഷണത്തിലും ഓരോ സ്റ്റെപ്പ് കയറി പോകാനായിട്ട് വലിയൊരു ദൈവിക ഇടപെടലുകൾ ഉണ്ടാവും. അങ്ങനെയാണ് വിശുദ്ധരെല്ലാവരും. അതിനാണ് വിശുദ്ധരൊക്കെ സാധാരണ മനുഷ്യരെ പോലെ ഭൂമിയിൽ ജീവിച്ച് വിശുദ്ധ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവര് അധ്വാനിച്ചിട്ട് തന്നെയാണ്, അല്ലെ? കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും എന്നാ പറഞ്ഞേക്കണം, അല്ലെ? സാക്ഷ്യമുണ്ട് അവർക്കൊക്കെ. നമുക്ക് ഇതുപോലെ സാക്ഷ്യം ഉണ്ടാകണം. അവര് കർത്താവിന്റെ കരം പിടിച്ചുകൊണ്ട് തന്നെ അനുഭവിക്കുവാനും പ്രഘോഷിക്കുവാനിടയാട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.